ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബുദ്ധിസ്റ്റിക് എഡ്യൂക്കേഷനെ പറ്റിയിട്ടാണ്. സ്വാമി വിവേകാനന്ദ എഡ്യൂക്കേഷനെ പറ്റി പറഞ്ഞിട്ടുള്ളത്, എഡ്യൂക്കേഷൻ ഇസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ഡിവൈൻ പെർഫെക്ഷൻ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഇൻ മാൻ. എഡ്യൂക്കേഷണൽ പീരീഡിനെ പറ്റി പറയുകയാണെങ്കിൽ 3 പീരീഡായിട്ട് തിരിച്ചിട്ടുണ്ട്: ആൻഷ്യൻ പീരീഡ്, മിഡീവൽ പീരീഡ് ആൻഡ് മോഡേൺ പീരീഡ്. ആൻഷ്യൻ പീരീഡിൽ വരുന്നതാണ് ബുദ്ധിസ്റ്റിക് എഡ്യൂക്കേഷനും ഗുരുകുല എഡ്യൂക്കേഷൻ സിസ്റ്റവും. ഇത് രണ്ട് കേസിൽ നോക്കിയാലും കുട്ടികൾ ഗുരുവിൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് അവിടെ നിന്ന് പഠിച്ചു വരുന്ന ഒരു രീതിയാണ് ഈ ഒരു 2 സിസ്റ്റത്തിലും കാണാൻ പറ്റുന്നത്. അതിന് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബുദ്ധിസ്റ്റിക് എഡ്യൂക്കേഷൻ എന്താണെന്നാണ്. ബുദ്ധിസ്റ്റിക് എഡ്യൂക്കേഷനെ പറ്റി പറയുമ്പോൾ മെയിനായിട്ടുള്ളൊരു പോയിന്റാണ് എഡ്യൂക്കേഷൻ ഫോർ ഓൾ. എല്ലാവർക്കും ഇവിടെ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവരുടെ മെയിൻ എയിമാണ് ടു അറ്റെയിൻ സാൽവേഷൻ അല്ലെങ്കിൽ ടു അറ്റെയിൻ വിസ്ഡം. ഇത് കൂടാണ്ടും കുറച്ച് എയിം വരുന്നുണ്ട്. ഹ്യൂമൻ ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്യുക, ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യുക, ബിഹേവിയറിൽ പ്യൂരിറ്റി ഡെവലപ്പ് ചെയ്യുക, റിലീജിയനോടുള്ള ഒബീഡിയൻസ് ഡെവലപ്പ് ചെയ്യുക, അതേപോലെ തന്നെ കുട്ടികളുടെ റീസണിങ് പവർ ഡെവലപ്പ് ചെയ്യുക, ഒരു ഓൾറൗണ്ട് പേഴ്സണാലിറ്റി, കുട്ടികളുടെ ഓൾറൗണ്ട് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുക. ഇതൊക്കെ ഇവരുടെ എയിമാണ്. മെയിൻ എയിം എന്ന് പറയുന്നത് ടു അറ്റെയിൻ സാൽവേഷനാണ്. ഇനി ടീച്ചിങ് മെത്തേഡ് പറയുകയാണെങ്കിൽ ഓറൽ ടീച്ചിങ് മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. ശ്രവണ, മനന, നിധിധ്യാസന എന്ന് കേട്ടിട്ടുണ്ടാവും. പറഞ്ഞ് കേട്ട് പഠിച്ചു വരുന്ന രീതിയാണ് ശ്രവണ, മനന, നിധിധ്യാസന എന്ന് പറയുന്നത്. അത് ടീച്ചേഴ്സ് ഓറലി ക്ലാസ് എടുക്കും, അത് കേട്ട് കുട്ടികൾ എന്ത് ചെയ്യുകയാണ്, പറഞ്ഞ് പഠിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ റൈറ്റിംഗ് മെത്തേഡൊന്നുമില്ല. ഹോളി ബുക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മതഗ്രന്ഥം എന്ന് പറയുന്നത് ത്രിപീഠികയാണ്. അതിൽ വരുന്നതാണ് സൂക്തപീഠിക, വിനയപീഠിക, അഭിധർമ്മ പീഠിക. ഓക്കെ, ഇനി 2 ടേം പറയുന്നുണ്ട്, സംഘാസ് ആൻഡ് വിഹാരാസ്. സംഘാസ് എന്ന് പറയുന്നത് അവരുടെ ഒരു കളക്റ്റീവ് ഗ്രൂപ്പിനെയാണ് നമ്മൾ സംഘാസ് എന്ന് പറയുന്നത്. വിഹാരാസ് എന്ന് പറയുന്നത് അവരുടെ എഡ്യൂക്കേഷൻ സെൻറ്റേഴ്സിനെയാണ് നമ്മൾ വിഹാരാസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പോയിന്റ് അല്ലെങ്കിൽ അവരുടെ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സെറിമണിയിലൂടെയാണ്. ഒരു സെറിമണി കഴിഞ്ഞിട്ടാണ് അവരുടെ എഡ്യൂക്കേഷൻ, ഇനീഷ്യേഷൻ ഓഫ് എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ആ ഒരു സെറിമണീനെ പറയുന്നതാണ് പബ്ജ സെറിമണി. ഇത് അവരുടെ 8ാമത്തെ വയസ്സിലാണ് ഈ ഒരു സെറിമണി അവർ കണ്ടക്ട് ചെയ്യുന്നത്. ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മെയിൽസിനാണ്. കുട്ടികളെ, മെയിൽ ചിൽഡ്രൻസിനെ തല ഷേവ് ചെയ്ത് സാഫ്രൻ കളർ ഡ്രസ്സൊക്കെ ഇടിയിച്ചിട്ടാണ് ഈ ഒരു സെറിമണിയിലേക്ക് കൊണ്ടുവരുത്തുന്നത്. അങ്ങനെ ഒരു പ്രെയറിലൂടെ അവരെന്ത് ചെയ്യുന്നു, ഈ ഒരു വിദ്യാഭ്യാസ കാലഘട്ടത്തിലേക്ക് തുടക്കം കുറിക്കുന്നു. ആ ഒരു പ്രെയർ എന്ന് പറയുന്നത് ഐ ടേക്ക് റിഫ്യൂജ് വിത്ത് ബുദ്ധ, ഐ ടേക്ക് റിഫ്യൂജ് വിത്ത് റിലീജിയൻ, ഐ ടേക്ക് റിഫ്യൂജ് വിത്ത് ദ ഓർഡർ. അങ്ങനെ ഈ ഒരു പ്രെയർ പറഞ്ഞുകൊണ്ട് അവരെന്ത് ചെയ്യാണ്, എഡ്യൂക്കേഷൻ പീരീഡിലേക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു സെറിമണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെ പറയുന്ന പേരാണ് ശ്രമണ. ഈ കുട്ടികളെ പറയുന്ന പേരാണ് ശ്രമണ. ഇങ്ങനെ 12 വർഷം, ഈ ഒരു 12 വർഷം അവരെ വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ അറ്റ് ദ ഏജ് ഓഫ് 20, എന്ന് വെച്ചാൽ 8ാമത്തെ വയസ്സിലാണ് അവർ ഈ എഡ്യൂക്കേഷൻ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞൊരു 12 വർഷത്തോളമുള്ള ഈ ഒരു വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞിട്ട് അറ്റ് ദ ഏജ് ഓഫ് 20 വേറൊരു സെറിമണി കണ്ടക്ട് ചെയ്യുന്നു. ആ ഒരു സെറിമണീനെയാണ് നമ്മൾ ഉപസമ്പദ സെറിമണി എന്ന് പറയുന്നത്. ഈ ഉപസമ്പദ സെറിമണി കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിൽ ചിൽഡ്രൻസിനെ ഭിക്ഷു എന്നും ഫീമെയിൽ ചിൽഡ്രൻസിനെ ഭിക്ഷുണി എന്നും പറയുന്നു. അപ്പോൾ ടോട്ടൽ ഇവരുടെ എഡ്യൂക്കേഷൻ പീരീഡ് എന്ന് പറയുന്നത് 22 വർഷമാണ്. അപ്പോൾ നമ്മൾ അവരുടെ എഡ്യൂക്കേഷൻ പീരീഡിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അവരുടെ എഡ്യൂക്കേഷൻ പീരീഡിൽ അവർ ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. എന്നുവെച്ചാൽ അവർ ഇൻടോക്സിക്കേറ്റഡ് ഐറ്റംസ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല, കോസ്മെറ്റിക്സ് യൂസ് ചെയ്യാൻ പാടില്ല. എല്ലാവർക്കും ഒരേ റൂൾസ് ആണുള്ളത്. അപ്പോൾ എല്ലാവരും ഒരേപോലെ വസ്ത്രം ധരിക്കുക. ആർക്കും അവിടെ എക്സ്ട്രാ കൺസിഡറേഷൻ ഒന്നും കൊടുക്കുന്നില്ല. അതേപോലെ തന്നെ പുറത്തുനിന്ന് കിട്ടുന്ന ഓഫേഴ്സ്, ഗോൾഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവർ സ്വീകരിക്കാൻ പാടില്ല. ഡാൻസ്, മ്യൂസിക് ഇതൊന്നും കാണാനൊന്നും പാടില്ല. ലക്ഷറി ലൈഫ് അവിടെ ലീഡ് ചെയ്യാൻ പാടില്ല. എല്ലാവരും ഒരുപോലെ, അതാണ് അവിടെ ഫോളോ ചെയ്ത് വന്നിരുന്നത്. ടീച്ചേഴ്സ് എന്ന് പറയുന്നത് അവിടെ ഗ്രേറ്റ് സ്കോളേഴ്സ് ആണ്, ദേ ആർ നോട്ട് ബ്രാഹ്മൺസ്. അതേപോലെ തന്നെ അവിടെ കള്ളങ്ങളും അങ്ങനത്തെ പരിപാടിയൊന്നും അവിടെ പാടില്ല. അപ്പോൾ ഈ കുറച്ച് ലോസ് ഒക്കെ അവിടെ എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം. കുട്ടികൾ പഠിക്കുന്ന സമയത്ത് ഇതൊക്കെ അവർ ഫോളോ ചെയ്തിരിക്കണം. ഇനി അവരുടെ ഒഫീഷ്യൽ ലാംഗ്വേജ്, ബുദ്ധിസ്റ്റിക് സ്റ്റുഡൻസ് അല്ല, അവരുടെ ബുദ്ധിസത്തിൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് പാലിയാണ്. അർദ്ധമഗധി എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ഉണ്ട്. അതെന്ന് പറയുന്നത് ബുദ്ധാസ് കോമൺ പീപ്പിൾസിനോട് യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ് അർദ്ധമഗധി.
പിന്നെ ജാതക കഥകൾ എന്ന് പറയുന്നത് അവരുടെ ബുദ്ധാസിൻ്റെ ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറീസിനെയാണ് നമ്മൾ ജാതക കഥകൾ എന്ന് പറയുന്നത്. നമ്മൾ ഇത്രയും തരം പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് കൂടാണ്ട് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എഡ്യൂക്കേഷൻ ഫോർ ഓൾ, എല്ലാവർക്കും അവിടെ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്. ഇവർ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളവർക്കും അതേപോലെ തന്നെ എന്തെങ്കിലും ക്രൈം ചെയ്ത് പണിഷ്ഡ് ചെയ്തിട്ടുള്ളവർക്കും എന്ത് ചെയ്യുന്നില്ല, എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതൊരു അവരുടെ ഒരു ഡീമെറിറ്റ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അവരുടെ ഡീമെറിറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് എഴുതാം, ഈ ഒരു എഡ്യൂക്കേഷൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളവർക്കും എന്തെങ്കിലും ക്രൈം ചെയ്ത് പണിഷ് ചെയ്തിട്ടുള്ളവർക്കും എന്ത് പ്രൊവൈഡ് ചെയ്യുന്നില്ല, എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ബാക്കി എല്ലാവർക്കും അവിടെ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി വുമൺ എഡ്യൂക്കേഷൻ അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ബ്രോഡ് കരിക്കുലം ആണ്. ടീച്ചേഴ്സ് അവിടെ ഗ്രേറ്റ് സ്കോളേഴ്സ് ആണ് ആൻഡ് നോട്ട് ബ്രാഹ്മൺസ്. പിന്നെ they give importance to moral development and vocational education. വൊക്കേഷണൽ എഡ്യൂക്കേഷന് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. പിന്നെ പറയാനുള്ളത് അവരുടെ ഒരു ഡീമെറിറ്റ് എന്ന് പറയുമ്പം അവർ മെയിനായിട്ട് റിലീജിയന് ഒരു പ്രൈമറി എംഫസിസ് കൊടുക്കുന്നുണ്ട്. പിന്നെ വേറൊരു ഡീമെറിറ്റ് നമ്മൾ പറഞ്ഞു, എഡ്യൂക്കേഷൻ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളവർക്കും അതേപോലെ തന്നെ ക്രൈം ചെയ്തവർക്കൊന്നും അലൗഡ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയാണ് ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള പോയിന്റ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.